പ്രൈസ് ദി ലോർഡ്. റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം പറയുന്നു, As many as are led by the Holy Spirit are sons of God. ആരൊക്കെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നുവോ അവരെല്ലാവരും ദൈവമക്കൾ എന്നറിയപ്പെടുന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നത്? നമ്മൾ കൂടെ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ജഡത്തിൻ്റെ വ്യസനങ്ങൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതൊരു ഒരുമിച്ച് കൂട്ടിക്കെട്ടുമ്പോൾ അതൊരു വോയിസായി മാറി അത് പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറഞ്ഞ് നമ്മൾ ചിലടത്ത് എസ്കേപ്പ് ചെയ്യാറുണ്ട്. അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അങ്ങനെ ഞാൻ പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിച്ചുകൊണ്ടാണ്, ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ആഗ്രഹവും ഇമോഷൻസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വോയിസ് വരുന്നു. അതാണ് പരിശുദ്ധാത്മാവെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അനേക ആൾക്കാർ ഇന്ന് ക്രിസ്തീയ സമൂഹങ്ങളിലുണ്ട്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ വോയിസ് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നു. അതായത് പഴയ നിയമത്തിൽ they were not led by the inward spirit by the help of the Holy Spirit. അതായത് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ വസിക്കാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് ടൈം ടു ടൈം പ്രവാചകന്മാരോട് സംസാരിക്കുമായിരുന്നു. They could hear the voice, audible voice of God. അതായത് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ മോശയോട് സംസാരിച്ചു, ശമൂവേലിനോട് സംസാരിച്ചു, ദാവീദിനോട് സംസാരിച്ചു. അങ്ങനെ പഴയ നിയമത്തിൽ ഒരുപാട് ആൾക്കാരോട് യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് അങ്ങനെ സംസാരിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് മലയാള ഭാഷയിൽ പറയാതിരിക്കാം, സിഗ്നൽസ് തരാം. ഒരുപാട് സിഗ്നൽസ് നമ്മുടെ ഹൃദയത്തിൽ തരാം. അത് ചിലപ്പോൾ ഒരു ഗ്രീൻ സിഗ്നലായി അനുഭവപ്പെടാം, അല്ലെങ്കിൽ അതൊരു റെഡ് സിഗ്നലായിട്ട് അനുഭവപ്പെടാം, ഒരു വെൽവെറ്റ് ഫീലിംഗ് ആയിട്ട് അനുഭവപ്പെടാം, ഒരു ടിംഗ്ലിംഗ് സെൻസേഷനായിട്ട് അനുഭവപ്പെടാം, അല്ലെങ്കിൽ ഒരു ഭാരമായി, അല്ലെങ്കിൽ ഒരു ബേർഡനായി, അല്ലെങ്കിൽ സംതിങ് ഒരു ഫിയറായിട്ട്. അങ്ങനെ പല രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ സിഗ്നലുകൾ നമ്മുടെ ആത്മാവിൻ്റെ അന്തരങ്ങളിൽ നമ്മൾ കേൾക്കുവാൻ സാധിക്കും. അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്ന ഭാഷയിൽ ആക്കി അത് എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ നമുക്കൊരു എബിലിറ്റി പരിശുദ്ധാത്മാവ് തരണം. അത് എല്ലാവർക്കും ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവുള്ളവർക്ക് എല്ലാവർക്കും ആ സിഗ്നൽ കിട്ടും. പക്ഷേ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ അത് മറ്റ് നമ്മുടെ അറിയാവുന്ന ഭാഷയിലേക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അത് ബൈബിളിൻ്റെ വചനവും നമ്മളുമായിട്ട് ഒരുമിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ 100% നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് എന്നെ അങ്ങോട്ട് നയിച്ചത്, പരിശുദ്ധാത്മാവാണ് എന്നെ ഇങ്ങോട്ട് നയിച്ചതെന്നൊക്കെ പറഞ്ഞ് വെറുതെ മാനുഷിക ആഗ്രഹങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ ക്രിസ്തീയ സഭകളിലും കരിസ്മാറ്റിക്കുകളിലും പെന്തക്കോസ്ത സമൂഹങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു. വെറുതെ കർത്താവിൻ്റെ ആത്മാവിനെ എന്തിനാണ് നിങ്ങളിങ്ങനെ പഴിവിക്കുന്നത്? ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ ടു ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് പല സിഗ്നലുകളായിട്ട് നമ്മുടെ ഹൃദയത്തിൽ തരും. വി ആർ ലെഡ് ബൈ ദ Holy Spirit എന്നാണ് പറഞ്ഞത്. It doesn't say that we are led by the voice of the Holy Spirit. It doesn't say we are led by the signals of the Holy Spirit. It says we are led by the Holy Spirit. പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ ആഴമായൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ എന്തു ചെയ്യണം എന്തു ചെയ്യണ്ട എന്ന് ഓൺ ദ സ്പോട്ടിൽ നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ പരിശുദ്ധാത്മാവിൻ്റെ വോയിസ് നമുക്ക് ലഭിക്കാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. ദാറ്റ്സ് വേ. അതൊരു ഒരുപാട് വർഷങ്ങളെടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മളൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അതുകൊണ്ട് ഉടനെ ഞാൻ ആ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. ഒരു കുറച്ചാളും കഴിയുമ്പോൾ ആ സ്ഥാപനം പൂട്ടിയാൻ പോകുന്നു. എന്താ? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. അങ്ങനെ പിന്നെ പറയും, അത് രക്ഷപ്പെടാൻ വേണ്ടി പറയും, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അത് പൂട്ടിപ്പോയെന്ന് പറയും. സി, ദാറ്റ്സ് നോട്ട് ദ വേ ഓഫ് ലീഡിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഈസ് not your playboy. Holy Spirit is not your playboy. Holy Spirit is Almighty God Himself. He's a loving person.
He will not do anything contrary to the word of God. ദൈവവചനത്തിന് വിരുദ്ധമായി പരിശുദ്ധാത്മാവ് ഒന്നും ചെയ്യത്തില്ല. That's the way. God bless you for this time and all the time.